നമസ്കാരം. ലോട്ടസ് ചാപ്റ്റർ ആൻഡ് റൂട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലാജോ ജോസിന്റെ ഹൈഡ്രേഞ്ചിയ എന്ന ക്രൈം ത്രില്ലർ നോവലാണ്. പുസ്തകത്തിന്റെ കവർ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വരുന്നത് ഈ മനോഹരമായ പൂക്കളാണ്. പക്ഷേ ഈ പൂക്കളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് അത്ര മനോഹരമായ ഒരു കഥയല്ല. കൊലപാതകങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളും അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മളെ സംശയിപ്പിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുമാണ് ഹൈഡ്രേഞ്ചിയ. കോട്ടയം പോലീസ് മേധാവിയുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് ഒരു വീഡിയോ ക്ലിപ്പ് എത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. വീഡിയോയിൽ ഒരു സ്ത്രീ തന്റെ വീട്ടിൽ സാധാരണ ജീവിതം നയിക്കുന്ന ചില ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്നാൽ ആ ദൃശ്യങ്ങൾ ആരോ രഹസ്യമായി പകർത്തിയതാണെന്ന് മനസ്സിലാകുന്നു. അതിന്റെ അടുത്ത ദിവസം ആ സ്ത്രീ സ്വന്തം കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. പക്ഷേ പോലീസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നത് കൊലപാതകം നടന്ന മുറിയിലെ കാഴ്ചയാണ്. അവിടെ കത്തിത്തീർന്ന മെഴുകുതിരികൾ, കിടക്കയിലും തറയിലുമൊക്കെ വിതറിയിരിക്കുന്ന പിങ്ക് ഹൈഡ്രേഞ്ചിയ പൂക്കൾ. ഒരു സാധാരണ കൊലപാതകമല്ല ഇവിടെ നടന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ മുറി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. ആരാണ് ഈ കൊലപാതകം നടത്തിയത്? എന്തിനാണ് മുറിയിൽ ഹൈഡ്രേഞ്ചിയ പൂക്കൾ വിതറിയത്? ആ വീഡിയോ ആരാണ് ചിത്രീകരിച്ചത്? കൊലയാളിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള അന്വേഷണമാണ് നോവലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലാജോ ജോസിന്റെ കോഫി ഹൗസ് വായിച്ചിട്ടുള്ളവർക്ക് പരിചിതയായ എസ്തർ ഇമാനുവൽ ഈ കഥയിലും പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. എസ്തറിന്റെ സാന്നിധ്യവും അന്വേഷണത്തിന്റെ വഴിത്തിരിവുകളും കഥയ്ക്ക് കൂടുതൽ ആകാംക്ഷ നൽകുന്നു. കഥ മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഓരോ കഥാപാത്രത്തെയും സംശയിക്കാൻ തുടങ്ങും. ഇയാളാണോ ഇതിന് പിന്നിൽ എന്ന് ചിന്തിച്ച് ഒരു നിഗമനത്തിലെത്തുമ്പോഴേക്കും അടുത്തൊരു സൂചന നമ്മളെ വീണ്ടും മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകും. എനിക്ക് ഹൈഡ്രേഞ്ചിയയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സസ്പെൻസാണ്. വളരെ വലിയ സംഭവങ്ങൾ മാത്രം കൊണ്ടല്ല, ചെറിയ ചെറിയ സൂചനകളിലൂടെയാണ് എഴുത്തുകാരൻ കഥയുടെ ദുരൂഹത നിലനിർത്തുന്നത്. ഒരു ക്രൈം ത്രില്ലർ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടത് അടുത്ത പേജിലേക്ക് പോകാനുള്ള ആകാംക്ഷയാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന ആകാംക്ഷ അവസാനം വരെ നിലനിർത്താൻ ലാജോ ജോസിന് കഴിഞ്ഞിട്ടുണ്ട്. പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ ഹൈഡ്രേഞ്ചിയ പൂക്കൾ കഥയിലെ ഒരു പ്രത്യേക പ്രതീകമായി മാറുന്നുണ്ട്. അതിന്റെ പിന്നിലെ അർത്ഥവും കഥയുമായുള്ള ബന്ധവും അറിയണമെങ്കിൽ പുസ്തകം തന്നെ വായിക്കും. കൊലപാതകം, ദുരൂഹത, അന്വേഷണം, ട്വിസ്റ്റുകൾ എന്നിവ ഇഷ്ടപ്പെടുന്നവർക്ക് വായിക്കാൻ പറ്റിയ ഒരു നോവലാണ് ലാജോ ജോസിന്റെ ഹൈഡ്രേഞ്ചിയ. കഥയുടെ പ്രധാന ട്വിസ്റ്റുകൾ ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് പറഞ്ഞാൽ ഈ പുസ്തകം വായിക്കുന്നതിൻ്റെ രസം കുറയും. നിങ്ങൾ ഹൈഡ്രേഞ്ചിയ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഇതുപോലെയുള്ള കൂടുതൽ ബുക്ക് റിവ്യൂസ്, ട്രാവൽ വീഡിയോസ് എന്നിവയ്ക്കായി എൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം. നന്ദി.